കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യക്തമായ ലീഡ് നേടിയാണ് PK ഫിറോസിന്റെ വിജയം. പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങിയത് മുതൽ മുന്നേറ്റം തുടർന്ന ഫിറോസ് ഒരു ഘട്ടത്തിൽ പോലും പിന്നിൽ പോയിരുന്നില്ല. ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷവും കൊടുവള്ളി മണ്ഡലത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും കൊടുവള്ളി നഗരസഭയിലും മികച്ച ലീഡ് നേടിയാണ് UDF ഇത്തവണ 36,682 വോട്ടുകളുടെ ചരിത്ര ഭൂരിപക്ഷം നേടിയത്. ആദ്യം എണ്ണിയ പോസ്റ്റൽ ബാലറ്റുകളിൽ 513 വോട്ടിൻ്റെ ലീഡാണ് UDFന് ലഭിച്ചത്. 1476 വോട്ട് UDF നേടിയപ്പോൾ 963 വോട്ടാണ് LDF സ്ഥാനാർത്ഥിക്ക് പോസ്റ്റൽ വോട്ടുകളിൽ ലഭിച്ചത്. പല തെരഞ്ഞെടുപ്പുകളിലും LDF മുൻതൂക്കം നേടിയിരുന്ന കട്ടിപ്പാറ പഞ്ചായത്തിൽ 1264 വോട്ടിൻ്റെ ലീഡ് ഇത്തവണ UDF പിടിച്ചെടുത്തു. താമരശ്ശേരിയിൽ 7727, ഓമശ്ശേരിയിൽ 4985, കൊടുവള്ളി നഗരസഭയിൽ 9901, കിഴക്കോത്ത് പഞ്ചായത്തിൽ 6753, നരിക്കുനിയിൽ 2623, മടവൂരിൽ 3206 വോട്ടുകൾ ലീഡ് നേടാൻ PK ഫിറോസിന് സാധിച്ചു. നരിക്കുനിയിലും മടവൂരിലും ലീഡ് പ്രതീക്ഷിച്ചിരുന്ന LDFന് അവിടെ വലിയ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. 26,602 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി മണ്ഡലത്തിൽ UDF നേടിയത്. എന്നാൽ ഇത്തവണ 10,000-ഓളം വോട്ടുകൾ അധികം നേടിയാണ് PK ഫിറോസ് മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിനൊപ്പം ജില്ലയിൽ നിന്നും ജയിച്ചവരുടെ നിരയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും കരസ്ഥമാക്കിയത്. യുവ വോട്ടർമാരെ കയ്യിലെടുക്കുന്ന പ്രചരണ രീതികളും PK ഫിറോസിന് തുണയായി. കൊടുവള്ളിയിലെ പ്രധാന ചർച്ചാ വിഷയമായ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാവുന്ന പദ്ധതി എന്ന നിലയിൽ ഇടത് മുൻ MLA കാരാട്ട് റസാഖ് കൊണ്ടുവന്ന സിറാജ് ബൈപ്പാസ് തുരങ്കപാത പദ്ധതി നടക്കാതെ പോയത് UDF MLAയുടെ എതിർപ്പിനെ തുടർന്നാണെന്ന LDF വാദത്തെയും പൊളിക്കാൻ UDFനായി. കാരാട്ട് റസാഖിനെ തന്നെ ഇടത് ചേരിയിൽ നിന്നും മുസ്ലിം ലീഗിലേക്ക് എത്തിക്കാൻ PK ഫിറോസ് നടത്തിയ ഇടപെടലും വിജയിച്ചതോടെ LDF കൂടുതൽ പ്രതിരോധത്തിലുമായി. ശക്തമായ ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും UDFൻ്റെ ഭൂരിപക്ഷം ഉയർത്താൻ കൊടുവള്ളിയിലും കാരണമായി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.